ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു സമ്മാനം കിട്ടി. അമേരിക്കയിൽ നിന്ന് ഒരു ചേട്ടൻ കൊണ്ടുവന്ന്, ചേട്ടനല്ല എൻ്റെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന് എനിക്കൊരു സമ്മാനം തന്നു. വളരെ വാല്യുബിളായ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന നല്ലൊരു സമ്മാനം. നമ്മളൊരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ ആ സമ്മാനം ആ പുള്ളിക്ക് ഉപകാരമുള്ളതാണോ എന്ന് നോക്കി വേണം കൊടുക്കാൻ. പക്ഷേ എനിക്ക് ആവശ്യമുള്ള ഉപകാരമുള്ള നല്ലൊരു സമ്മാനം ആ മനുഷ്യൻ കൊണ്ടു തന്നു. അതിനെനിക്ക് വളരെ നന്ദിയുണ്ട്. ആദ്യമായിട്ട് ആ സാറിനോട് ഞാൻ താങ്ക്സ് പറയുന്നു. സാറ് തന്ന സമ്മാനം എന്താണെന്ന് നിങ്ങൾക്ക് കാണിക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചേക്കാം. നിങ്ങളുടെ ഏത് ടി വി ആയിക്കോട്ടെ, ഏത് പഴയ ടി വി, LCD, LED, പിക്ചർ ട്യൂബ് ടി വി, CRT ടി വി, ഏത് ടി വി ആണെങ്കിലും അതിനെ ഒരു ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റാം. ഏത് പുതിപുത്തൻ ഗൂഗിൾ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റാവുന്ന ഒരു ബോക്സാണിത്. ഇത് 2500 രൂപ വിലയാണ് ഈ ബോക്സിനുള്ളത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബോക്സാണ്. 8 GB റാം ഉണ്ട്, 128 GB റോം ഉണ്ട്. സാധാരണയൊക്കെ 1 GB ഒക്കെ വരുന്നത്, 8 GB ഉണ്ട്. നല്ല ഫുൾ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്, വീഡിയോ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഇത് പെയർ ചെയ്യുന്നത്. RF ആണ് റിമോട്ടിനകത്ത് നമുക്ക് വൈഫൈ ഉണ്ട്. റിമോട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. റിമോട്ടിനകത്ത് നമ്മൾ വോയിസ് റിമോട്ടാണ്. നമ്മൾ പറഞ്ഞാൽ മതി, വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ഗൂഗിൾ TV പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ആൻഡ്രോയിഡ് ബോക്സാണ്. അതുപോലെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു അടിപൊളി ആൻഡ്രോയിഡ് ബോക്സാണിത്. ഇതിനകത്ത് പെൻഡ്രൈവ് കുത്തി നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇത് സേവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് തന്നെ 128 GB സ്റ്റോർ ചെയ്യുക. അതുകൂടാതെ നമുക്ക് 2 പെൻഡ്രൈവ് ഒരേ സമയം കുത്തിയിട്ട് നമുക്ക് ഇതിലോട്ട് സേവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കാർട്ടൂൺ കാണുന്ന പിള്ളേർക്കും ഗെയിം കളിക്കുന്ന പിള്ളേർക്കും ഒക്കെ അടിപൊളി ഒരു ബോക്സാണ്. ഇനിയിപ്പോൾ TV മാറി ഗൂഗിൾ TV മേടിക്കണം, ആൻഡ്രോയിഡ് TV മേടിക്കണം എന്ന് പറഞ്ഞ് കാരണന്മാരുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇതൊരെണ്ണം മേടിച്ച് തരാൻ പറഞ്ഞാൽ മതി. ചെറിയ വില ആയതുകൊണ്ട് അവർ മേടിച്ച് തരികയും ചെയ്യും. വേണ്ടവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊറിയറിൽ അയച്ചു തരാം. ഇനി നമ്മളെ അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് കാണിക്കാം. ഇത് കാണിക്കാം ആദ്യം. ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ ഒരു സാധനം. ബീഫ് ഫ്രൈ അടിക്കാനുള്ള പാത്രമൊന്നുമല്ല, കാന്തമാണ്. കാന്തം, സ്ക്രൂ ഒക്കെ വാരിയിടാനുള്ള കാന്തം. ഇച്ചിരി കാന്തമുള്ള ഇച്ചിരി ഇരിപ്പുള്ള ഒരു സാധനം ചെയ്തു. കറക്റ്റ്, നല്ല വലിപ്പിടുത്തമുണ്ട്. സ്ക്രൂ ഇട്ടാൽ മതി. സ്ക്രൂ എല്ലാം നഷ്ടപ്പെട്ട് കളയുന്ന എൻ്റെ കൂട്ടുകാരായ മെക്കാനിക്കുകൾക്ക് ഇതുകൊണ്ടൊരു പാത്രം മേടിച്ച് വെച്ചാൽ ഇതുണ്ടോ, താഴെ പോകാല്ല, സ്ക്രൂ അവിടെ കിടന്നോളൂ. ഇത് നാളെ മുതൽ നമ്മുടെ സർവീസ് സെൻറ്ററിൽ ഇവൻ ഉണ്ടായിരിക്കും. ഇവൻ കുറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നവനൊന്നുമല്ല, അവൻ ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്, അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക്. ഇതിൻ്റെ ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. അടിയിലൊരു കാന്തമുണ്ട്, കണ്ടോ, മുഴുത്ത കാന്തം അടിയിൽ വെച്ചിരിക്കുക. ഇതുപോലെ ഒരു പാത്രം വെച്ച് സ്പീക്കറിൻ്റെ ഒരു കാന്തം എടുത്ത് ഒട്ടിച്ചാലും ആർക്കും ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ആ സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാറ് ഫോൺ വിളിക്കാം, പോസ്റ്റ് കാണിച്ചു. കീച്ചേര് ഒരു സാധനം അവിടെ നമ്മൾ എന്ത് സാധനം പോയാലും പോകത്തില്ല. ഇതുകൊണ്ട് സ്ക്രൂ ഇരിക്കുന്നു, ഇവിടെ ഇരിപ്പുണ്ട്. സാറിൻ്റെ പേരെങ്ങനെയാ സാറേ? ഫിലിപ്പ് മണർകാട്. ശരിക്കും കാഞ്ഞിരപ്പള്ളിക്കാരനായിരുന്നോ? ആ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോയതാണ്. അത് തറവാടിയുടെ ഗുണം നമുക്കറിയാം. അപ്പം അമേരിക്ക പോയാൽ ആ തറവാടിത്തം മാറുകയാണ്. അല്ല, ഒരു തറവാടിയെ ഇതിപ്പോൾ സാധനത്തിൻ്റെ വാല്യൂ അല്ല. ഇത് എനിക്ക് വേണ്ടി ഓർത്ത് സാറ് അമേരിക്കയിൽ നിന്ന് ഇത് മേടിച്ച് ഇവിടെ ലഗേജിൽ വെച്ച്, അതൊന്നാമത് ലഗേജ് ഇപ്പോൾ കുറച്ചിരിക്കുക, ലഗേജ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് തന്നതിന് വളരെയധികം താങ്ക്സ്. ഞാനും എന്തായാലും തരണ്ട, നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ സാധനം എടുത്തടി, ഞാൻ എടുത്തോണ്ട് നമുക്കും വിലയല്ല നോക്കുന്നത്. ഞങ്ങളെ കാണാൻ വരുന്ന എല്ലാ സബ്സ്ക്രൈബറിനും ഞങ്ങളൊരു മൊബൈൽ വെച്ച് കാണാവുന്ന ഒരു സാധനം തരും. ഞങ്ങളുടെ പേരൊന്നും എഴുതുന്നില്ല, കാരണം ഏത് കുറവ് വേണേലും തരാം. ഇത് ഇത്രേ ഉള്ളൂ. ഇത് മൊബൈൽ എങ്ങനെ വേണേലും വെക്കാം. ഇപ്പം ഇതിങ്ങനെ വെക്കുന്നു. ഇഷ്ടമുള്ള ആളുടെ ഇങ്ങനെ മൊബൈൽ വെക്കാം. ഇതൊരു സ്ലോപ്പാണ്. തിരിച്ചു വെച്ചാൽ വേറൊരു സ്ലോപ്പാണ്. ഇങ്ങനെ വെച്ചാൽ അടുത്ത സ്ലോപ്പ്, ഇങ്ങനെ വെച്ചാൽ അടുത്ത സ്ലോപ്പ്, പിന്നെ ഇങ്ങനെ വെച്ചാലും അങ്ങനെ തന്നെ ഒരു സ്ലോപ്പ്. ഇത് രണ്ടാമത്തെ സ്ലോപ്പ്, ഇത് മൂന്നാമത്തെ സ്ലോപ്പ്, 4 സ്ലോപ്പുണ്ട്. മറിഞ്ഞ പോലെ ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം വരുത്തിയ സാധനമാണ്. അത് ഏത് കളർ വേണേലും എടുക്കും. ബ്ലാക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ സാറ് വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം. ഈ ഗിഫ്റ്റ് തന്നതിന് വളരെയധികം നന്ദി. ഇങ്ങനെ അമേരിക്കക്കാരെങ്കിലുമൊക്കെ മലയാളികൾ കാണുന്നുണ്ട്. എൻ്റെ ചേട്ടന്മാർ കുറേമാരുണ്ട്. എനിക്കൊരു മുട്ടുസൂചി പോലും ഇതുവരെ കൊണ്ടും തന്നിട്ടില്ല. ഞാൻ വരുന്നുണ്ട്.
അതെ, കാരണം അവന്മാരെനിക്കൊരു മുട്ടുസൂചി പോലും കൊണ്ട് തന്നിട്ടില്ലെന്നേ. എൻ്റെ അനിയനുണ്ട്, അനിയൻ പിന്നെ എനിക്ക് പണ്ട് വന്നപ്പോൾ ഒരു വാച്ചൊക്കെ കൊണ്ട് തന്നു. പക്ഷെ ചേട്ടന്മാർ ഇന്ന് വരെ എനിക്കൊന്നും കൊണ്ട് തന്നിട്ടില്ല. ന്യൂയോർക്കിലും വലിയ കോടീശ്വരന്മാരാ എല്ലാവരും. ആണല്ലോ, അവർ അമേരിക്കക്കാരെല്ലാം നിങ്ങളെല്ലാം വിചാരിച്ചല്ലേ അമേരിക്കയിൽ നിങ്ങൾ പെട്ടുന്ന്. പക്ഷെ ട്രംപിനെ പോലെ ഒരു വട്ടം വന്നാൽ മതി നിങ്ങളെ മുഴുവൻ തോരത്തുന്നുള്ള മനസ്സിലായി. എന്താണേലും സ്വന്തം നാട് സ്വന്തം നാടാ. സാർ അഗ്രി ചെയ്യുന്നു? അത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു വില നമുക്ക് വേറെ ഒരു രാജ്യത്ത് നിന്നാലും. ഞാൻ അവിടുന്ന് 2003 പോന്നതാ. പോന്ന് ഇവിടെ സെറ്റിൽ അയച്ച് പിള്ളേരുടെ പഠിത്തമൊക്കെ കേട്ടു. പിന്നെ അവർക്ക് അങ്ങോട്ട് പോരാൻ താല്പര്യമില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോയതാ. പിള്ളേർക്ക് അവിടുന്ന് താല്പര്യം വരികയാണ്. സാറ് നിൽക്കുക, ഇത് നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ? എന്നാ വൈകി പറഞ്ഞു, നീ എന്നാ വൈകി പിടിച്ചു. നീ 2-3 പിടിച്ചു. രണ്ടുപേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഒരാൾ അമേരിക്കയിൽ നിന്നും ഒരാൾ ഇന്ത്യയിൽ നിന്നും വന്നിരിക്കും. അതെ, ഇന്ത്യക്കാരൻ തന്നെ. അമേരിക്കൻ പൗരനും ഇന്ത്യൻ പൗരന്റെ ഇടയ്ക്ക് ഒരു പാവം കേരള പൗരൻ നിൽക്കുന്നു. അത്രേ ഉള്ളൂ. സാർ എന്നാണ് 1 മാസം ലീവ് ഉണ്ടല്ലേ? ഓക്കെ, നല്ല കാര്യം. 1 മാസം ഇവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കുമളി പോവുക, തേക്കടി പോവുക, എല്ലായിടത്തും ഒന്നുകൂടെ ഒന്ന് കറങ്ങി. പിന്നെ ഇവിടെ പോയി ഒരു ഷാപ്പിലൊക്കെ കയറി. ഇപ്പം എന്നാ പരിചയപ്പെട്ട കള്ളൊന്നും കുടിക്കാൻ പറ്റിയില്ല. പണ്ടൊക്കെ ഷാപ്പിൽ കയറിയാൽ നല്ല ഒറിജിനൽ കള്ള് കിട്ടുമായിരുന്നു. ഉറപ്പാണോ? അത് ചിലപ്പോൾ പുള്ളി ചെയ്യുമായിരിക്കും. കാരണം പുള്ളിക്ക് അങ്ങനെയുള്ള ചില പിടിവാശികളുള്ള മനുഷ്യൻ. കളിപ്പിച്ച് പുള്ളിക്കൊന്നും വേണ്ട, പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല. പുള്ളിയുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. പുള്ളിയുടെ സ്വർണ്ണമാണേലും അല്ല പുള്ളി ഒരു പുള്ളി ബ്രോഡാഡി ആകാതെ ഡാഡി ബ്രോയാണ് പുള്ളി അല്ലേ? ഡാഡി ബ്രോ. പുതിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഡാഡി ബ്രോ ആണ്. അതുപോലെ എന്നാല് തന്ത വൈബല്ല, വൈബ് തന്തയാണ്. പല ഭാഷകളുണ്ടല്ലോ പിള്ളേർക്ക്, നമുക്കറിയത്തില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു തന്നതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. അതായത് തന്ത വൈബ് എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള ഒരു വിധത്തിലും ഒന്നും സംഭവിക്കാത്ത സർമാർഗം മാത്രം നൽകുന്ന തന്ത വൈബ്. വൈബ് തന്ത എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ എല്ലാ ഇഷ്ടത്തിനും കൂട്ടു നിൽക്കുകയും ഏത് കൊടുകാര്യത്തിനും നടക്കുകയും അവരെ തുണി ഇല്ലാതെ പോയാലും അടിപൊളിയായിരിക്കുന്നു മോനെ എന്ന് പറയുന്ന തന്ത. അതാണ് വൈബ് തന്ത. അതാണ് വേണ്ടെന്നാണ് പിള്ളേർ പറയുന്നത്. ഇല്ല, ഉണ്ട്, അതിന് ദോഷമുണ്ട്. അതെ, അല്ല നമ്മൾ അടി ഉറപ്പല്ലായിരുന്നു. പൊടിക്കാന്നുള്ള ഇപ്പോഴത്തെ പിള്ളേരെ. ബൈക്ക് എടുക്കുന്നു, പോകുന്നു, വരും വരായികളൊന്നും നോക്കുന്നില്ല. അത് പലരും വരുന്നില്ല, അവര് പോവല്ലേ. പാവം തന്നെ നല്ല ഇവിടെ ഇരുന്ന് കരയുന്നു. ഒരു മകനുണ്ട്, ഡൂക്ക് മേടിച്ചു കൊടുത്തു, ഡൂക്ക കയറി അവനിടിച്ചു മരിക്കുന്നു. നാട് ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റില്ല. അമ്പിള്ളേർ വലിയ പ്രശ്നമാണ്. അല്ല അതല്ലെങ്കിൽ അവൻ ആത്മഹത്യ 2-3 ബാറ്റ് തന്നു. അവന് ആത്മഹത്യ. ഇവൻ ഈ ബൈക്ക് വന്ന് ഒച്ച വെച്ചെല്ലാം പേടിപ്പിക്കുമ്പോൾ ഒരു 2 ബാറ്റ് തന്നു.